സുപ്രധാന പ്രഖ്യാപനങ്ങളുമായി വൈറ്റ് ഹൌസിൽ ഡൊണാൾഡ് ട്രംപ് നരേന്ദ്രമോദി കൂടിക്കാഴ്ച പൂർത്തിയായിരിക്കുന്നു. മോദി അടുത്ത സുഹൃത്താണെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഇന്ത്യ അമേരിക്ക ബന്ധം ശക്തിപ്പെടുത്തുമെന്ന് പറഞ്ഞ ട്രംപ് നികുതി തീരുമാനങ്ങളിൽ പക്ഷേ ഇളവ് നൽകിയില്ല. ഇന്ത്യക്ക് F-35 യുദ്ധവിമാനങ്ങൾ നൽകുമെന്നും മുംബൈ ഭീകരാക്രമണ സൂത്രധാരൻ തഹാവൂർ റാണയെ ഇന്ത്യക്ക് കൈമാറുമെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. രഞ്ജിത്ത് രാമചന്ദ്രൻ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി. രഞ്ജിത്ത്, ലോകം തന്നെ വളരെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത്. രണ്ടാം ടേമിൽ ഡൊണാൾഡ് ട്രംപിനെ സന്ദർശിക്കുന്ന 4ാമത്തെ ലോക നേതാവാണ് നരേന്ദ്രമോദി. അപ്പോൾ ആ കൂടിക്കാഴ്ച കഴിയുമ്പോൾ എന്താവും എന്ന് ആകാംക്ഷയോടെ ഉറ്റുനോക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രണ്ടാം ടേമിൽ ഡൊണാൾഡ് ട്രംപ് എടുക്കുന്ന സുപ്രധാന തീരുമാനങ്ങളാണ്. ഈ കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടു മുൻപ് പോലും റെസിപ്രോക്കൽ ടാരിഫ് ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞുകൊണ്ടാണ് കൂടിക്കാഴ്ചയിലേക്ക് പോയത്. അതായത് സൗഹൃദത്തിന് ഒരു കുറവുമില്ല, പക്ഷേ അമേരിക്ക ഫസ്റ്റ്. അത് തന്നെയല്ലേ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മനസ്സിലാവുന്നത്? തീർച്ചയായും മോദി ട്രംപ് കൂടിക്കാഴ്ച ശ്രീജ പറഞ്ഞതുപോലെ ലോകം മുഴുവൻ ഉറ്റുനോക്കിയിരുന്ന ഒരു കൂടിക്കാഴ്ചയാണ്. പ്രത്യേകിച്ചും മോദിയെ രണ്ടാം ടേമിൽ ആദ്യമായി സന്ദർശിക്കുന്ന ആദ്യ ഏഷ്യൻ നേതാവ് എന്ന പ്രത്യേകത കൂടി മോദിക്കുണ്ട് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണത്. ആ കൂടിക്കാഴ്ചയിൽ വ്യാപാര ബന്ധങ്ങൾ സംബന്ധിച്ച്, റെസിപ്രോക്കൽ ടാക്സ് സംബന്ധിച്ച് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്ന കാര്യമൊക്കെയാണ് ലോകം ഉറ്റുനോക്കിയിരുന്നത്. കാരണം അധികാരത്തിലെത്തിയ ആ സമയം മുതൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് ട്രംപ് ഇന്ന് പറഞ്ഞ ഒരു പ്രസ്താവന ഏറെ ശ്രദ്ധേയമാണ്. സഖ്യരാജ്യങ്ങൾ ഈ നികുതി കാര്യത്തിൽ ശത്രു രാജ്യങ്ങളെക്കാൾ മോശമാണ് എന്ന് പറഞ്ഞുള്ള ഒരു പ്രധാനപ്പെട്ട പ്രസ്താവന അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ്. റെസിപ്രോക്കൽ നികുതിയുടെ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന അസന്നിഗ്ധമായി നരേന്ദ്രമോദിയോട് ട്രംപ് വ്യക്തമാക്കുകയുണ്ടായി. അത് സുപ്രധാനമായ ഒന്നാണ്. എന്തെങ്കിലും ഒരു മാറ്റം ഇക്കാര്യത്തിൽ നികുതിയുമായി ബന്ധപ്പെട്ട, തീരുവയുമായി ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ എന്നുള്ളതാണ്. പക്ഷെ അതിലൊരു വിട്ടുവീഴ്ചയ്ക്കും ട്രംപ് തയ്യാറാകുന്നില്ല എന്നുള്ളത് ഏറെ നിർണായകമായ ഒരു കാര്യമാണ്. അത് ട്രംപിന്റെ നിലപാട് എന്തായിരുന്നോ അതിൽ തന്നെ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. മറ്റൊന്ന് വ്യാപാര ബന്ധങ്ങൾ സംബന്ധിച്ചാണ്. അതിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് ട്രംപും മോദിയും ഒരുമിച്ച് പ്രഖ്യാപിക്കുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. ട്രംപ് പറഞ്ഞത് മോദി തന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. വർഷങ്ങളായി, കഴിഞ്ഞ 4 വർഷമായി, താൻ അധികാരത്തിലുള്ള സമയത്തും കഴിഞ്ഞ 4 വർഷമായി അതേ സൗഹൃദം നിലനിർത്താൻ തങ്ങൾക്കാകുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പുതിയ ആയുധങ്ങൾ ഇന്ത്യക്ക് നൽകും എന്ന് ട്രംപ് പ്രഖ്യാപിക്കുന്ന പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. കൂടാതെ വ്യാപാരത്തിന്റെ ഇതുവരെയുള്ള മേഖലകളെല്ലാം അതേതാണ്ട് ഇരട്ടിയാക്കുന്ന തരത്തിലുള്ള വ്യാപാര ബന്ധങ്ങളിലുള്ള മാറ്റം ഉണ്ടാകും എന്നുള്ള സുപ്രധാനമായ പ്രഖ്യാപനം ട്രംപ് മോദി കൂടിക്കാഴ്ചയിൽ ഉണ്ടായി എന്നുള്ളതും ശ്രദ്ധേയമാണ്. മറ്റൊന്ന് തഹാവൂർ റാണ. നമുക്കറിയാം, 2 ആഴ്ച മുൻപ് തഹാവൂർ റാണയുടെ അപ്പീൽ അമേരിക്കൻ സുപ്രീം കോടതി തള്ളിയിരുന്നു. തഹാവൂർ റാണയെ ഇന്ത്യക്ക് കൈമാറണം എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതനുസരിച്ച് കോടതിയുടെ വിധി പ്രകാരം ഇന്ത്യക്ക് മുംബൈ സ്ഫോടനത്തിന് സൂത്രധാരനായ തഹാവൂർ റാണയെ കൈമാറാനുള്ള തീരുമാനം വളരെ സുപ്രധാനമാണ്. അത് ഈ കൂടിക്കാഴ്ചയിൽ സ്വീകരിച്ചു എന്നുള്ളതും നിർണായകമാണ്. ഇന്ത്യ അമേരിക്കയുടെ ഏറ്റവും അടുത്ത രാജ്യമാണ് എന്ന് പറയുമ്പോഴും നികുതി പോലെയുള്ള കാര്യങ്ങളിലുള്ള നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഇതുവരെ ട്രംപ് സ്വീകരിച്ചു വന്ന നയങ്ങളിലുള്ള യാതൊരു തരത്തിലുള്ള വ്യത്യാസവും ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളത് നിർണായകമാണ്. പക്ഷേ അപ്പോഴും ഈ അനധികൃത കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ മോദി ട്രംപിനോട് സംസാരിച്ചു എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അതിൽ അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കാനുള്ള അമേരിക്കൻ തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയാണ് ഇന്ത്യ ചെയ്തത് എന്നുള്ളതാണ്. അനധികൃത കുടിയേറ്റം തടയാനുള്ള അമേരിക്കയുടെ എല്ലാ ശ്രമങ്ങൾക്കും ഇന്ത്യയുടെ പിന്തുണ ഉണ്ടാകും എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം മോദിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. അത് ട്രംപിനെ അറിയിക്കുകയും ചെയ്യുന്നു. ഒപ്പം ഇന്ത്യക്കാരെ, അനധികൃതമായി അമേരിക്കയിൽ കുടിയേറിയിരിക്കുന്ന ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാനുള്ള നീക്കങ്ങൾ ഇന്ത്യ ശക്തമാക്കും. അതിന് ഇന്ത്യയോടൊപ്പം അമേരിക്കയ്ക്കൊപ്പം സഹകരിക്കും എന്നും വ്യക്തമാക്കുന്ന ഒരു പശ്ചാത്തലം അത് വളരെ പ്രധാനമാണ്. കാരണം നമുക്കറിയാം, വിലങ്ങൊക്കെ അണിയിച്ച് ഇന്ത്യക്കാരായ അനധികൃത കുടിയേറ്റക്കാരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന ഒരു പശ്ചാത്തലമൊക്കെ ലോകരാജ്യങ്ങളിൽ ഏറെ ആകാംക്ഷയോടെയാണ് കണ്ടത്. ഒപ്പം ഇന്ത്യയിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധമൊക്കെ വലിയ തോതിലുണ്ടായിരുന്നു. ഈ വിഷയം മോദി ഉന്നയിക്കുമോ എന്ന കാര്യം പ്രധാനമായിരുന്നു. പക്ഷേ മോദിയും ഒപ്പം മോദിയുടെ പാർട്ടിയായ BJPയും ഒക്കെ സ്വീകരിച്ചിരുന്ന ഒരു നയമുണ്ട്. അത് അനധികൃതമായി കുടിയേറുന്നവരേക്ക് ആ തരത്തിലുള്ള ശിക്ഷ നൽകണം എന്നുള്ളതാണ്. ഇന്ത്യയും ഇതനുസരിച്ചുള്ള ചില നീക്കങ്ങൾ നടത്തി
നടത്തിയിരുന്നു. ഇന്ത്യയിലേക്കും അനധികൃതമായി കുടിയേറുന്നവരെ പുറത്താക്കുമെന്ന പ്രഖ്യാപനം നടത്തിയിരുന്നു. അപ്പോൾ അനധികൃത കുടിയേറ്റത്തോട് വിട്ടുവീഴ്ചയില്ല എന്ന സന്ദേശം മോദിയും ഈ കൂടിക്കാഴ്ചയിൽ നൽകി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വിലങ്ങണിയിച്ച വിഷയത്തിലൊക്കെ എന്ത് പരാമർശമുണ്ടായി എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. മറ്റൊന്ന്, ഇലോൺ മസ്കുമായി നമുക്കറിയാം 5 വർഷം മുമ്പ് മോദി മസ്കിനെ കാണുകയും ടെസ്ല കാറുകൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിലൊക്കെ മസ്ക് ചില ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുകയും മറ്റും ചെയ്തിരുന്നു. ഒപ്പം മസ്കിന്റെ സ്പേസ് കമ്പനിയുമായി സഹകരിക്കാനുള്ള ആഗ്രഹമൊക്കെ ഇന്ത്യ പ്രകടിപ്പിച്ച പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. ഇലോൺ മസ്കുമായുള്ള കൂടിക്കാഴ്ചയും ഏറെ നിർണായകമായി. ട്രംപിനെ കാണുന്നതിന് മുൻപാണ് ഇലോൺ മസ്കിനെ നരേന്ദ്രമോദി കണ്ടത്. സുരക്ഷാ ഉപദേഷ്ടാക്കളടക്കം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. വാഷിംഗ്ടൺ ബ്ലെയർ ഹൗസിൽ വെച്ചാണ് ഇലോൺ മസ്കുമായി കൂടിക്കാഴ്ച നടത്തിയത്. US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്കൽ വോൾസ്, ഇന്റലിജൻസ് മേധാവി തൽസി ഗബാർഡ്, വ്യവസായി വിവേക് രാമസ്വാമി, ഇവരൊക്കെ രാമസ്വാമിയൊക്കെ ട്രംപിന്റെ മന്ത്രിസഭയിലുള്ള ട്രംപുമായി ഏറെ അടുപ്പം പുലർത്തുന്ന നേതാവാണ്. ഇവരൊക്കെ ഈ കൂടിക്കാഴ്ചയുടെ ഭാഗമായി എന്നുള്ളതാണ്. സ്റ്റാർലിങ്കുമായി സഹകരിക്കുന്ന കാര്യത്തിലും മറ്റും ചില നിർണായക തീരുമാനങ്ങൾ ഉണ്ടായി എന്നാണ് സൂചന. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളൊക്കെ പുറത്തുവരായിരിക്കുന്നതേ ഉള്ളൂ. ഇതിനകം ഈ പലവിധ കാര്യങ്ങളിൽ നിർണായകമായ ചില തീരുമാനങ്ങൾ ഉണ്ടായി എന്നുള്ളത് പ്രധാനമാണ്. മറ്റൊന്ന്, 2030 ആകുമ്പോഴേക്കും ഇന്ത്യ US വ്യാപാരം, നമുക്കറിയാം ഇപ്പോൾ $250 ബില്യൺ ഇന്ത്യയും US തമ്മിലുള്ള വ്യാപാരം, അത് 500 ബില്യൺ ആക്കും എന്നുള്ള അതിനുള്ള നടപടികൾ ആരംഭിച്ചതായി നരേന്ദ്രമോദി പ്രഖ്യാപിക്കുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. ഒപ്പം US-ഉം ഇന്ത്യയും സംയുക്തമായി ഭീകരവാദത്തെ നേരിടും എന്ന് പറയുന്നു. ബോസ്റ്റണിൽ ഇന്ത്യ ഒരു പുതിയ കോൺസുലേറ്റ് ആരംഭിക്കാനുള്ള തീരുമാനമായിട്ടുണ്ട്. അങ്ങനെ എല്ലാ മേഖലകളെയും സമഗ്രമായി പ്രതിപാദിക്കുന്ന, അല്ലെങ്കിൽ എല്ലാ മേഖലകളെയും സഹകരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സുപ്രധാനമായ നിർണായകമായ കൂടിക്കാഴ്ച തന്നെയാണ് വൈറ്റ് ഹൗസിൽ നടന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അതിൽ നികുതി തീരുമാനങ്ങളിൽ പഴയ കാര്യങ്ങളിൽ നിന്ന് ട്രംപ് ഒട്ടും പുറകോട്ടില്ല എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. അതാണ് ഏറ്റവും നിർണായകമായ കാര്യം. ശ്രീജ, നമുക്ക് ഇനിയും ഇതിന്റെ വിശദാംശങ്ങളടക്കം പലതും പുറത്തേക്ക് വരാനുണ്ട്. നമ്മുടെ അല്പസമയത്തിനകം തന്നെ നമ്മുടെ അമേരിക്കൻ പ്രതിനിധി ശ്രീ സജിമോൻ ആന്റണി ചേരുകയും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പങ്കുവെക്കുകയും മറ്റും ചെയ്യും. ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനമായി ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ഏതായാലും കൂടിക്കാഴ്ച ഏറെ നിർണായകമായിരുന്നു, ഏറെ സന്തോഷകരമായിരുന്നു എന്ന് തന്നെയാണ് ഇരുവരുടെയും വാക്കുകൾ വ്യക്തമാക്കുന്നത്. ശ്രീജ, രഞ്ജിത്ത്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ സൗഹൃദം ആഘോഷിക്കുന്ന ദിവസമാണിന്ന്. ആ ദിവസത്തിൽ ഇവരുടെ സൗഹൃദം, അത് മോദിയെ ഹോസ്റ്റ് ചെയ്യുന്നതിൽ വലിയ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. ആ സൗഹൃദം ഈ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ആദ്യത്തെ ടേമിൽ ട്രംപ് വന്നപ്പോൾ തൊട്ട് കുറച്ച് കൗതുകമുള്ളൊരു സൗഹൃദമാണ്. മൈ ഫ്രണ്ട് എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ആളുകളാണ്. അപ്പോൾ ഇതിനപ്പുറത്തേക്ക് മോദിയുടെ ഈ വിസിറ്റ് അത് എത്രത്തോളം ആ തരത്തിൽ ആഘോഷിക്കപ്പെടുന്നുണ്ട്? ശ്രീജ, നമുക്കറിയാം ഈ മോദി ആദ്യം പ്രസിഡന്റായ സമയം മുതൽ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വലിയ ഊഷ്മളമായ സൗഹൃദം അദ്ദേഹം പുലർത്താനുള്ള കാര്യങ്ങൾ നടത്തിയിരുന്നു. ഇന്ത്യയിൽ വന്നപ്പോഴും മോദി അമേരിക്കയിൽ എത്തിയപ്പോഴും ഒക്കെ ഇരു നേതാക്കൾക്കും ലഭിച്ച സ്വീകരണവും അവരുടെ പരസ്പര സൗഹാർദ്ദത്തിനുള്ള പലതരത്തിലുള്ള ആലിംഗനവും സാധാരണ ലോകരാജ്യങ്ങളിലെ വലിയ നേതാക്കൾ തമ്മിലില്ലാത്ത തരത്തിലുള്ള പലതരത്തിലുള്ള പ്രകടനങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. അത് വളരെ പ്രധാനമാണ്. അതേ സൗഹൃദം ഇപ്പോഴും നിലനിർത്തുന്നുണ്ട് എന്ന് അസന്നിഗ്ധമായി ട്രംപ് വ്യക്തമാക്കുന്ന പശ്ചാത്തലം കൂടി ഇതിലൂടെ ചേർത്ത് വായിക്കണം. കഴിഞ്ഞ 4 വർഷമായി തനിക്ക് അധികാരമില്ലാതിരുന്നിട്ടും താൻ ഏറ്റവും അധികം ബന്ധം പുലർത്തിയിരുന്ന, താൻ ഏറ്റവും അധികം സ്നേഹം നിലനിർത്തിയിരുന്ന ലോക നേതാക്കന്മാരിൽ ഒരാളാണ് നരേന്ദ്രമോദി എന്ന് ട്രംപ് പറഞ്ഞു വെക്കുകയാണ്. അത് നമ്മുടെ പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പോൾ നമുക്കറിയാം റഷ്യ യുക്രൈൻ വിഷയത്തിലൊക്കെ അമേരിക്കയുടെ നിലപാടല്ല. കഴിഞ്ഞ ദിവസം ഫ്രാൻസിൽ ചെന്നപ്പോൾ ഈ കാലാവസ്ഥാ കരാറുമായൊക്കെ ബന്ധപ്പെട്ട മോദിയുടെ കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടുകൾ ഇന്ത്യ സ്വീകരിച്ചു. ഫ്രാൻസും ഇന്ത്യയുമായി ചേർന്ന് സ്വീകരിക്കുകയും ചെയ്തു. അതൊക്കെ ഓരോ രാജ്യങ്ങളുടെ തങ്ങളുടെ പരമാധികാരം നിലനിർത്തുന്നതിന്റെ ഭാഗമായി തന്നെ കാണണം എന്നുള്ള അഭിപ്രായമുള്ള 2 നേതാക്കളാണ് നരേന്ദ്രമോദിയും ട്രംപും എന്ന കാര്യത്തിൽ വ്യത്യാസമില്ല. ഇവിടെയാണ് നമ്മൾ പ്രധാനമായും US-ന് ഇറക്കുമതി തീരുവ ചുമത്തുന്ന രാജ്യങ്ങൾക്ക് പരസ്പര നികുതി, അതായത് US-നോട് റെസിപ്രോക്കൽ താരിഫിലും മറ്റും പരസ്പര നികുതിയിലും മറ്റും എന്ത് നിലപാട് സഖ്യരാജ്യങ്ങൾ സ്വീകരിക്കുന്നു അതേ നിലപാട് താനും തിരിച്ച് ട്രംപും അല്ലെങ്കിൽ അമേരിക്കയും തിരിച്ച് അതേ രാജ്യങ്ങളോട് ചെയ്യും എന്ന് പറയുമ്പോഴും അതിലും ഇന്ത്യക്ക് ഒരു ഇളവും നൽകാൻ ട്രംപ് തയ്യാറാകുന്നില്ല. അതുതന്നെയാണ് ഈ 2 നേതാക്കന്മാരുടെയും പ്രത്യേകത. ഇപ്പോൾ ഈ അനധികൃത കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഇന്ത്യയുടെ നിലപാട്, അമേരിക്കയുടെ നിലപാട് തന്നെ ഇന്ത്യ പിന്തുടരുമ്പോഴും തങ്ങളുടെ പൗരന്മാരെ അടക്കം വിലങ്ങുവെച്ച് നാട്ടിലേക്ക് കൊണ്ടുവന്ന കാര്യത്തിലും മറ്റും മോദി ഏത് തരത്തിലുള്ള ചോദ്യങ്ങൾ ട്രംപിനോട് ഉന്നയിച്ചു എന്ന കാര്യം കൂടി നമ്മൾ ശ്രദ്ധേയമായി ചിന്തിക്കേണ്ടതുണ്ട്.